ഗിരീഷ് ഉണ്ണികൃഷ്ണന് പടാകുളം 40-ാം വാർഡിന്റെ ആദരവ്. സേവന സ്പർശം 2025-2026 ഗിരീഷ് ഉണ്ണികൃഷ്ണന് പടാകുളം 40-ാം വാർഡിന്റെ ആദരവ്. മുഹൂർത്തത്തിലാണ് ഞങ്ങളെല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഗിരീഷിനെ കുറിച്ച്. കൊടുങ്ങല്ലൂര് പൊതു സാമൂഹ്യ സാംസ്കാരിക രംഗത്തൊക്കെ നിറസാന്നിധ്യമാണ്. പക്ഷെ നമ്മൾ അദ്ദേഹത്തിനെ ആദരിക്കാനുണ്ടായ ഒരു കാര്യം അതൊന്നുമല്ല. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം എന്ന കൃതി ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പ്രചരിപ്പിക്കുകയും ഏകദേശം 104 ഭാഷകളിൽ മൊഴിമാറ്റം നടത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ആദരവ് കിട്ടിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവന്റെ ദൈവദശകം പല രാജ്യങ്ങളിലും വായിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സൗകര്യം അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായി തന്നെ ഞങ്ങൾ കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ വാർഡിലെ ഞങ്ങളെ ഗ്രാമത്തിലെ ഒരാളെന്ന നിലയ്ക്ക് ഞങ്ങൾ അഭിമാനിക്കുകയാണ് ഈ കാര്യത്തിൽ. അതുകൂടാതെ തന്നെ അറിയാം, നമുക്ക് അടുത്ത ദിവസം ഡൽഹിയിൽ ആരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദി പങ്കെടുത്ത ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു. അത് നമുക്കറിയാം, ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയേണ്ട 100-ാം വാർഷികത്തിനോട് ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ വെച്ച് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പല നൃത്തരൂപത്തിൽ മോഹിനിയാട്ടം, അതുപോലെ തന്നെ നൃത്തരൂപത്തിൽ, അതുപോലെ തന്നെ യോഗ രൂപത്തിൽ ദൈവദശകത്തിന് വിവിധ രൂപങ്ങളിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ ഗുരുദേവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളിലൊന്നായിട്ടുള്ള ദൈവദശകം പ്രചരിപ്പിക്കാനുള്ള നിരവധി മാർഗങ്ങളാണ് ചെയ്തത്. അദ്ദേഹത്തിന് അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഈ ഗുരുദേവന്റെ കാര്യങ്ങളുമായി പ്രചരണ രംഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഗുരുദേവന്റെ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ്. അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിർത്താനായിട്ട് അതിൽ കൂടുതൽ ഗിരീഷിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ഗുരുദേവന്റെ കാര്യങ്ങൾ, ശ്രീനാരായണ ഗുരുദേവന്റെ കാര്യങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ച. ഗുരുദേവനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമുക്ക് ഒരുപാട് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ഈ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ തന്നെ ഇന്ന് അനുഭവിക്കാനുള്ള ഒരു പഴയ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ കൃതികളും അദ്ദേഹത്തിന്റെ വചനങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ന് ഈ കാണുന്ന കേരളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. തുടർന്നും അത്തരം കാര്യങ്ങളിൽ ഉണ്ടാവട്ടെ. ഗിരീഷിന് അതുപോലെ കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന് ശ്രീനാരായണന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. ഗിരീഷ് ഉണ്ണികൃഷ്ണൻ ഗുരുധർമ്മ പ്രചാരകനും പ്രഭാഷകനുമായിരുന്ന KN ഉണ്ണികൃഷ്ണന്റെ മകൻ. 2014 ദൈവദശകം 100 ഭാഷകളിൽ മൊഴിമാറ്റുന്ന പ്രവർത്തനം തുടക്കം കുറിച്ചു. ദൈവദശകം വിശ്വവിശാലതയിലേക്ക് എന്ന പദ്ധതിയുടെ ഭാഗമായി ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, കുവൈറ്റ്, ദുബായ്, മലേഷ്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളും പര്യടനം നടത്തി. 2018 ഗിന്നസ് റെക്കോർഡ് നേടി. ഇപ്പോൾ ഗുരുകൃതിക്ക് ഭാരതീയ നാട്യകലകളിൽ അവതരിപ്പിക്കുന്ന എന്റെ ഗുരു പദ്ധതി നയിക്കുന്നു. ഈയിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ ഗിരീഷ് ഉണ്ണികൃഷ്ണന്റെ ആശയത്തിൽ ഉദിച്ച ദൈവദശകം മോഹിനിയാട്ടം, ദൈവദശകം യോഗ, ഗുരുവിന്റെ ശിവപ്രസാദ പഞ്ചാംഗം കൃതികൾ അവതരിപ്പിച്ചിരുന്നു. വാർഡ് കൗൺസിലർ TS സജീവൻ ആദരിച്ചു. ചടങ്ങിൽ TK ഹരിദാസൻ, രാജു ഈശ്വരമംഗലത്ത്, സിനി സെൽവരാജ്, ദീപ രാജേന്ദ്രൻ, രഞ്ജിത്ത്, അനിൽകുമാർ, അജയൻ, സായ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. 2014 തുടങ്ങിയ ഈ പദ്ധതി ഒരുപക്ഷെ ഒരു കേരളത്തിൽ അല്ലെങ്കിൽ പൊതുസമൂഹം ഏറെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു ഒരു ജൈത്ര യാത്ര നടത്തുകയാണ്. അപ്പോൾ പല വേദികളിലും, വിദേശത്തുൾപ്പെടെ പല വേദികളിലും ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഇത്തരം ഈ പദ്ധതിയെ, ദൈവദശകം വിശ്വവിശാലതയിലേക്ക് എന്ന പദ്ധതിയെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ, അതായത് ഈ ഗ്രാമത്തിലെ ഒരു ആദരവ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. അതിന് ഞാൻ ഇതിൻ്റെ സജീവ കൗൺസിൽ ഉൾപ്പെടെ മുഴുവൻ പ്രവർത്തകർക്ക് ഞാൻ വളരെ മനസ്സ് തുറന്ന നന്ദി ഞാനും എൻ്റെ കുടുംബവും അർപ്പിക്കുകയാണ്. നമ്മൾ ഈ പുറത്ത് നടത്തേണ്ട ചടങ്ങാണെങ്കിലും അകത്തേക്ക് കയറിയപ്പോൾ എൻ്റെ പിതാവ് അത് കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഗുരുവിൻ്റെ ഓരോ നിമിഷങ്ങളിലും ഗുരുവിൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗം പോലെയാണ് അച്ഛൻ ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ ദൈവദശകം എന്നൊരു കൃതി എടുത്ത്
അത് വിദേശ ഭാഷകളിലേക്കും ഇന്ത്യൻ ഭാഷകളിലേക്കും മൊഴിമാറ്റി സമാഹരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഗുരുവിൻ്റെ കൃതികൾ മോഹിനിയാട്ടത്തിലും ഭരതനാട്യത്തിലും യോഗയിലും ഉൾപ്പെടെ വിവിധ ഭാരതീയ നാട്യകലകളിലേക്ക് കൂടി മാറ്റിയപ്പോഴാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ചടങ്ങിൽ ദൈവദശകം അവതരണമായിരുന്നു ആദ്യത്തെ. ദൈവദശകം അവതരണത്തോടൊപ്പം തന്നെ ഗുരുവിൻ്റെ ശിവപ്രസാദ പഞ്ചകം എന്ന ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതിയും അവതരിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ദൈവദശകം യോഗ അവതരിപ്പിച്ചു. ഇത് ഈ 3 ഇനങ്ങൾക്കായിട്ട് 25 മിനിറ്റാണ് സംഘാടക സമിതി അനുവദിച്ചത്. ഇത് ഇന്ത്യയിലെ മുഴുവൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധികളും പങ്കെടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് എനിക്കങ്ങനെ പങ്കെടുക്കാനും അത് സമർപ്പിക്കാനും കഴിഞ്ഞത് ഒരു ഗുരു നിയോഗമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത് ഇനിയും ആ പ്രവർത്തനം കൊണ്ട് അന്നത്തെ ആ സമ്മേളനത്തിൻ്റെ ആ സാന്നിധ്യം കൊണ്ട് തന്നെ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിലേക്ക് ദൈവദശകത്തിൻ്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട്